എൻ്റെ അഭിപ്രായത്തിൽ ഈ കേരളത്തിലെ ഹിന്ദുക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ ഈശ്വര വിശ്വാസികളെയൊക്കെ ഈ കോലാഹലത്തിലൂടെ ഈ കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ സ്ഥാപനത്തിൻ്റെ സർവനാശത്തിലെത്തിക്കുന്ന അവസ്ഥയെ മറച്ചു പിടിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ നമ്മുടെ മുമ്പിൽ ഒരുപാട് രേഖകളുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ, അത് കഴിഞ്ഞ 7 വർഷമായി 10-60 കോടി രൂപ ഉന്മൂലനാശം ചെയ്ത അതിന് ചെയർമാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അധികാരത്തിലിരിക്കുന്നത്. അത് മറഞ്ഞു. അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളുടെ സ്വത്തുകൾ കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ് ഹൈവേ അതോറിറ്റി എടുത്ത് 50 കോടി രൂപ അപഹരിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അത് മറഞ്ഞു. ഇതുപോലെ പല കാര്യങ്ങൾ, പല ക്ഷേത്ര വസ്തുക്കളും, ഏതാണ്ട് ദശലക്ഷക്കണക്കിന് ക്ഷേത്ര വസ്തുക്കൾ അന്യാധീനപ്പെട്ടിരിക്കുന്നു. ക്ഷേത്ര കടമുറികൾ പല ആളുകളുടെയും ഭരണത്തിന് സഹായികളായ പലരുടെയും കയ്യിലിരിക്കുകയാണ് പല സ്ഥലങ്ങളും. ഇതൊക്കെ വളരെ സമർത്ഥമായി ഈ കോലാഹലത്തിലൂടെ അവർ രക്ഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമഗ്രമായ ഒരു അന്വേഷണം ഈ മേഖലയിൽ, ഇതിന് വിഭിന്നമായ ഈ പാളികൾക്കപ്പുറമുള്ള ഈ കഴിഞ്ഞ 15 വർഷത്തെ ഈ സ്ഥാപനം നേരിട്ട നാശത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ഒരു സമഗ്രമായ പഠനം അനിവാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ വി ഗോപാലകൃഷ്ണൻ, ഈ നമ്മുടെ ശ്രീജിത്ത് പണിക്കരെയും അനിലും രാധാകൃഷ്ണനും ഞാനും ഒക്കെ പറയുന്നത് പല ഡിഫറെൻറ്റ് ആംഗിളിലാണെങ്കിലും ഡിഫറെൻറ്റ് സെൻറ്റൻസിലാണെങ്കിലും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ SITയുടെ ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ ഒരാഴ്ച SIT ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ശ്രീജിത്ത് പറഞ്ഞ് 2 ആഴ്ച ഞാൻ കൊടുത്തെന്ന്. അത് അവരെ എനിക്കെല്ലാം അറിയാവും, എൻ്റെ കൂടെ ഉള്ളവരെ. അത്രയും പരിചയം ശ്രീജിത്തിനില്ലല്ലോ, പോലീസുകാരെ അത്ര അറിഞ്ഞുകൊണ്ടല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അന്നേ പറയുന്നത്, ഇത് ഈ റെഡ് ഹെറിങ് അറിയാമല്ലോ. റെഡ് ഹെറിങ് എന്ന് പറയുമ്പോൾ കിഴക്കോട്ട് കള്ളനോടി വന്ന് ചോദിക്കുകയാണ് കള്ളം എങ്ങോട്ട് പോയി, ഞാൻ പറയും കള്ളം പടിഞ്ഞാട്ട് പോയെന്ന് പറയും. അതേപോലെ ഈ സ്മാർട്ട് ക്രിയേഷൻ അവിടെ ഉരുക്കി ഇവിടെ ഉരുക്കി, ഇതെല്ലാം പച്ച കള്ളമാണ്. വേണമെങ്കിൽ അവർ ഉരുക്കി കുറച്ച് സ്വർണം കൊണ്ടുവരും, അത് കോടതി 10 വർഷം കഴിയുമ്പോൾ തിരിച്ച് സ്വർണം മടക്കി കൊടുക്കുകയും ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇതൊന്നും അല്ല, ഇത് നമ്മളെ മൊത്തം ഈ SIT കളിപ്പിക്കുകയാണെന്നാണ് എൻ്റെ ബലമായ സംശയം. നമ്മളെ ഈ അയ്യപ്പ ഭക്തന്മാരെ മൊത്തം ഈ സാധനം പോയത്, വിഗ്രഹം, മറ്റേ ദ്വാരകവളി, ഇതെല്ലാം ഇത് ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ടെന്ന് തന്നെയാണ് ബലമായ. അതിന് പകരമാണ് ഈ സാധനം ഒരുക്കിയതാണ്, മറ്റതാണ്, മറിച്ചാണെന്ന് പച്ച കള്ളമാണ്. കത്തി എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് റിലവൻ്റാണ്, അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ഇത് റെഡ് ഹെറിങ് വെച്ച് ഇത് കളിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എന്നേ ഞാൻ കിടന്ന് നിലവിളിക്കുകയാണ്, NIA അല്ലെങ്കിൽ CBI, അല്ലാതെ ഇവിടെ ഇതിനകത്തൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനി ചർച്ചയ്ക്ക് വരണ്ടെന്ന് തീരുമാനിച്ചത്. ഇനി CBIയുടെ അന്വേഷണം അല്ലെങ്കിൽ ആരെങ്കിലും സുപ്രീം കോടതി പോട്ടെ, എന്നിട്ട് ഞാൻ വരാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇത് തന്നെ നമ്മൾ ദിവസവും കഴുതകൾ വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇത് ഒരിടത്തും എത്തുന്നില്ല. ശ്രീ മഹേഷ് പണിക്കർ, വളരെ പെട്ടെന്ന്. ഇപ്പൊ മകരവിളക്കിന്റെ ആ ഒരു അയ്യപ്പന്റെ ചൈതന്യം ഫുള്ളായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്തായാലും അയ്യപ്പന്റെ ഒരു ഗെയിം ഈ അന്വേഷണം കണ്ടെത്താനും അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെതായ ഒരു ഡിസൈൻ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഡിസൈനിൽ കൂടെ അത് യഥാർത്ഥത്തിൽ ഇതുവരെ ഇവരൊക്കെ ഏതൊക്കെ ശക്തി കൂടെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഉന്നത ആൾക്കാരോ ഒക്കെ ഇത് മൂടി വെക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥത്തിൽ ഇത് പുറത്തു വരും. അല്ലെങ്കിൽ ഇതിന്റെ ഈ എന്താ പറഞ്ഞ ഒരു ചന്ദ്രഗ്രഹണ ദിവസത്തിൽ ഇവർ ഈ ധാരാപാലകൾ എടുത്ത് പ്രശാന്ത് തുടങ്ങി ആ ഒരു പരിപാടിയിലാണ് ഇതെല്ലാം ബാക്കിലോട്ട് ഇത്രയും അന്വേഷണത്തിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പം ആ കാരണം കൊണ്ട് തന്നെ അത് പൂർണ്ണതോതിൽ തന്നെ പൂർണ്ണ ശോഭയോടെ തന്നെ അയ്യപ്പ ചൈതന്യം വിളങ്ങുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് മൗനാനുവാദത്തിന്റെ പേരിൽ ഇനി അയ്യപ്പനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. ഏതായാലും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനിതിൽ കരുതുന്നത് അന്വേഷണം പൂർണ്ണമായിട്ടും ട്രാൻസ്പെറൻ്റ് ആകണം എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു വിധത്തിലുള്ള തർക്കവുമില്ല. കാരണം മറ്റൊരു ബെഞ്ചിലേക്ക് പോകുമ്പോൾ, ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലേക്ക് പോകുന്ന സമയത്ത് ഈ അന്വേഷണം എവിടെ സ്റ്റാഗ്നൻ്റ് ആയി, എത്ര നാളുകൊണ്ട് നിങ്ങൾ എത്ര പുരോഗതി വരുത്തി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് അദ്ദേഹം വന്ന് ചോദിച്ചിരുന്നത്. നമ്മൾ ഒരു ഘട്ടത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദേവസ്വം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഏറ്റവും മുകളിലിരുന്ന പത്മകുമാർ എന്ന് പറയുന്ന ആൾ അറസ്റ്റിലാകുന്നു. അത് കഴിഞ്ഞിട്ട് മാസങ്ങളായി. അതേപോലെ പിന്നീട് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ആവുകയായിരുന്നുവെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണർ എന്ന നിലയ്ക്കായിരുന്നുവെങ്കിലും ദേവസ്വത്തിൻ്റെ തന്നെ തലപ്പത്തെത്തിയ ഒരാളാണ് N വാസു. ഇവർ രണ്ടുപേരും അറസ്റ്റിലായതിനു ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും അവരെക്കാൾ മുകളിലുള്ള ഒരാളിലേക്ക് ഈ അറസ്റ്റ് പോയിട്ടില്ല. മുകളിലെന്ന് ഞാൻ പറയുമ്പോൾ കേവലം ദേവസ്വത്തിൻ്റെ മുകളിലല്ല, അവിടെ ആരുമില്ല. പക്ഷേ അത് സർക്കാരിലേക്കോ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ, ഇനി അതല്ല നമ്മൾ ഈ പറയുന്ന ഒരു സുഭാഷ് കപൂർ മോഡലാണെങ്കിൽ അത്തരത്തിലുള്ള മറ്റു ആൾക്കാരിലേക്കോ അത് പോയിരുന്നില്ല. പിന്നീട് ഒരു അറസ്റ്റ് നടക്കുന്നത് പോലും എപ്പോഴാണെന്നറിയോ? ജസ്റ്റിസ് ബദറുദ്ദീൻ അതിശക്തമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ പറയുമ്പോൾ
പിന്നെ ഹൈക്കോടതി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇതൊക്കെ പറയുന്നതിന് ശേഷമാണ് ഇത് വരുന്നത്. വിശ്വാസ സംബന്ധിയായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രീം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഈ കേസിലെ പരാതിക്കാരനായിട്ടുള്ള ഹൈക്കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് കൂടി ബോധ്യമായ രീതിയിലത്തേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം. ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇതിൽ ഈ വളരെ ഡയറക്റ്റായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന ചില ആൾക്കാർ അവിടെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ശങ്കർദാസ് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷവും അറസ്റ്റിലാകാത്തത്? അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു വിഷയമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ അസുഖം, ആരോഗ്യ പ്രശ്നം, ഇതൊക്കെ തന്നെ വിഷയമായിരിക്കാം. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുക, അറസ്റ്റ് രേഖപ്പെടുത്തപ്പെടുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ജയശ്രീ ഉൾപ്പെടെ എൻ വാസു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചികിത്സ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണെങ്കിലും അത് ആകാമല്ലോ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഈ നിങ്ങളുടെ മകൻ ദക്ഷിണ മേഖല അല്ലെങ്കിൽ പിന്നെ കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ ആയതുകൊണ്ടോ റേഞ്ച് DIG ആയതുകൊണ്ടോ നിങ്ങളെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കുന്നത് SITക്ക് ഗുണമാവില്ല, കേരള പോലീസിന് ഗുണമാവില്ല എന്ന് മാത്രമാണ് എനിക്ക് ആത്യന്തികമായിട്ട് അതിൽ പറയാനുള്ളത്. ഏതായാലും തന്ത്രിയല്ല, ആരായാലും തെറ്റ് ചെയ്തവർ അകത്ത് തന്നെ പോകണം. തന്ത്രി അകത്തായതുകൊണ്ട് അവസാനിക്കുകയും ചെയ്യരുത്. മുൻമന്ത്രിമാരും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും പിടിച്ചകത്താക്കണം. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് തന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്യുന്നത്? SITക്ക് ചുറ്റിക്കളിയുണ്ടോ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണമെന്ന് പറയുമ്പോഴും പല ട്വിസ്റ്റുകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് വരെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനാണോ സർക്കാരിൻ്റെയും CPM-ഉം സർക്കാരും കഴുത്തിന് പിടിക്കുന്ന SITയുടെയും നീക്കം? വരേണ്ടത് CBI ആണ്, NIA ആണ്. വന്നു പിടിക്കണം. ഭക്തരെ വഞ്ചിച്ചവർക്ക്, അയ്യപ്പനെ അവഗണിച്ചവർക്ക് കൃത്യമായ മറുപടി കിട്ടുകയും വേണം.